ആവറേജ് ഒന്നല്ല കേട്ടോ, എബോ ആവറേജ് ആണ്. നല്ല ഒരു ഡീസന്റ് മൂവി. മോഹൻലാലും മമ്മൂട്ടിയും ഫഹത്തും കുഞ്ചാക്കോനൊക്കെ ഒരുമിച്ച് വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു വലിയ അടിച്ചുപൊളി സിനിമയാണ്. പക്ഷെ അത്ര ഒരു സിനിമയല്ല. ബട്ട് മോഹൻലാൽ ഫാൻസിന് അത് എത്രയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ വലിയ പ്രതീക്ഷയിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമ കാണാനെത്തിയ ഫാൻസിന്റെയൊക്കെ റിവ്യൂസ് നമ്മൾ കണ്ടു. ഇനി അമിത പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഒരു മമ്മൂട്ടി മോഹൻലാൽ പടം കാണാനെത്തിയ കുടുംബ പ്രേക്ഷകരുടെ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു നോക്കാം. പേട്രിയോട്ട് ജനറൽ ഓഡിയൻസിന്റെ റിവ്യൂയിലേക്ക്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തേക്കുക. നല്ല സിനിമയാണ്. ഒരു തവണ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. ഈ പറഞ്ഞ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുന്നത് എന്നുള്ളൊരു വലിയ മെസ്സേജ് നൽകുന്ന സിനിമയാണ്. എല്ലാവരും കാണണമെന്ന് തന്നെയാണ് അഭിപ്രായം. നല്ല ഓഡിയൻസിനൊക്കെ വർക്കാവും, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ഫാമിലി ഓഡിയൻസിന് നമ്മൾ ഈ പറയുന്ന കണക്ക് മോഹൻലാലും മമ്മൂട്ടിയും ഫഹത്തും കുഞ്ചാക്കോനൊക്കെ ഒരുമിച്ച് വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു വലിയ അടിച്ചുപൊളി സിനിമയാണ്. പക്ഷെ അത്ര ഒരു സിനിമയല്ല. അത് മാത്രമേ ഉള്ളൂ സിനിമയെ പ്രശ്നം. ബാക്കി എല്ലാ അർത്ഥത്തിലും കണ്ടിരിക്കാൻ ഓൺ ടൈം വാച്ച് മൂവിയാണ്, ഒരു സംശയമില്ല. സാധാരണ പിള്ളേർക്കൊക്കെ പറ്റത്തുള്ളൂ, വലിയ പ്രായക്കാർക്കൊന്നും പറ്റത്തില്ല. എനിക്കിഷ്ടപ്പെട്ടു. ഡീസന്റ് മൂവി, നൈസ്. വൺ ടൈം വാച്ചേ ഉള്ളൂ, പക്ഷെ എന്നാലും നൈസ് മൂവി. രാവിലത്തെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് എങ്ങനെയാണ്? ഞാൻ റിവ്യൂ നോക്കിയില്ല, പക്ഷെ എനിക്ക് ആവറേജ് ഒന്നല്ല കേട്ടോ, എബോ ആവറേജ് ആണ്. നല്ല ഒരു ഡീസന്റ് മൂവി. മെയിൻ ആയിട്ട് എടുത്തു പറയും മമ്മൂട്ടി മോഹൻലാൽ ഫാക്ടർ തന്നെയാണോ സിനിമയുടെ ഒരു മെസ്സേജും? എങ്ങനെയാണ് മെസ്സേജ്? ഇപ്പോഴത്തെ ഡിജിറ്റൽ ഡേറ്റ, അതിന്റെ പ്രൈവസിയും ഒക്കെയാണ്. ഒരു തിയേറ്റർ വാച്ചിനുള്ള ഒരു കൊമേഴ്ഷ്യൽ ഐറ്റം. തിയേറ്റർ വാച്ച് ഉണ്ട്, കൊമേഴ്ഷ്യൽ മൂവിയാണ്. ലാലേട്ടന്റെ ഒരു എല്ലാവരും ബട്ട് മോഹൻലാൽ ഫാൻസിന് അത് എത്രയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. ബിക്കോസ് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. ബട്ട് എന്നാലും നല്ലതായിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ആ പോർഷൻ നന്നായിട്ട് പുള്ളി ചെയ്തു. നമ്മളെല്ലാവരും ഒരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ മാസ് ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനത്തെ ഉള്ളവർക്ക് സാറ്റിസ്ഫൈഡ് ആക്കുമോ, അതോ ഒരു ക്ലാസ് പടമാണോ? ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ലോ പേസ്ഡ് ആണ്, എന്നാൽ പോലും ആക്ഷൻ, ഡ്രാമ, കുറച്ച് ചെറുതായിട്ട് റൊമാൻസ്, എല്ലാം ഇമോഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു മൂവിയായിരുന്നു. 3 hours ആകുമ്പോൾ ചെറിയൊരു ലാഗ് നമുക്ക് തോന്നാം, എന്നാൽ പോലും അതിൻ്റെതായിട്ടുള്ള എലിമെന്റ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം ക്യാരക്ടേഴ്സിനെയും പറ്റുന്നത്ര 4 ആക്ടേഴ്സിനെയും 4 മെയിൻ ഹീറോസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മെയിൽ ഫിഗേഴ്സ് പറ്റുന്നത്ര അവരുടെ എല്ലാം സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരും സ്ക്രീനിൽ കണ്ടൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആദ്യമായിട്ട് കുറെ നാൾക്ക് ശേഷം അതിന്റെ ഒരു ത്രില്ലും, അതെ ത്രില്ലും ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. പടം ഇച്ചിരി ക്ലാസ് പടമായിട്ടാ. സ്ലോ അല്ല. ഫസ്റ്റ് ഹാഫ് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ ഒരു പടം പോലെ അതിനകത്ത് മോഹൻലാലിന്റെ മാസ് പ്രതീക്ഷിച്ചോണ്ടായിരിക്കും. മാസൊന്നും പ്രതീക്ഷിക്കരുത്. സ്റ്റോറിയാണ് മെയിൻ. അതിനകത്ത് ഇവരെല്ലാം മമ്മൂട്ടി ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സിനിമയാണ്, ക്ലാസ് പടം. ഫാമിലി ഓഡിയൻസിന് വർക്കാവും. എല്ലാവരും ഒരു മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന ഒരു ഫാക്ടറിൽ ഒരു വലിയ പ്രതീക്ഷയിൽ വന്നോണ്ടാണോ ഫസ്റ്റ് ഡേ ഒക്കെ ആർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു റിവ്യൂസ് ഒക്കെ വന്നോ? എങ്ങനെയാണ്? നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞാണോ വന്നത്, അതോ? നെഗറ്റീവ് അല്ല, വലിയ കുഴപ്പമില്ല, കണ്ടിരിക്കാം. വലിയ പ്രതീക്ഷയിലാണോ വന്നത്, അതോ? പ്രതീക്ഷയിലാവുന്നത് ഓക്കെ. ഇങ്ങോട്ട് മമ്മൂട്ടി മോഹൻലാൽ ഒന്നിച്ചതിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെ? പിന്നെ ഭയങ്കര പ്രതീക്ഷ. നല്ല അടിപൊളി പടം, നല്ല സൂപ്പർ പടം. എല്ലാരും ഒരു അടിപൊളിയൊക്കെ അല്ലല്ല, മാസം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. മമ്മൂട്ടി മോഹൻലാലിനെ കുറെ കാലക്ക് ശേഷം ഒരുമിച്ച് കാണുന്ന അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. എന്താണ് പ്രതീക്ഷ? ഈ മമ്മൂട്ടി മോഹൻലാൽ ഫാക്ടർ തന്നെയാണോ മെയിൻ ആയിട്ട്? സ്റ്റോറിയൊക്കെ എങ്ങനെ ഉണ്ടായി? ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. മമ്മൂട്ടി മോഹൻലാലിനെ കാണാനായിട്ടാണോ ഫസ്റ്റ് ഡേ തന്നെ വന്നത്? തീർച്ചയായിട്ടും, എല്ലാവരും ഉള്ള സിനിമയല്ലേ. എങ്ങനെയുണ്ട് സിനിമയുടെ കഥയും കാര്യങ്ങളൊക്കെ? എല്ലാം നന്നായിട്ടുണ്ട്. വന്നൊരു സിനിമയുടെ കുഴപ്പമില്ല. മോഹൻലാലിന്റെ എൻട്രി കൊള്ളാം.